ഈ അമ്പലത്തിൽ നീ ഇതിലെ കൂടെ അവിടെ വന്നേ? ആ വന്നു. ആ ഇവിടെ അല്ലേ? ഇവിടെ ഈ വണ്ടിയാണ്. ആ എന്താ വെച്ചാൽ കുറിച്ച് പറഞ്ഞു. അവിടുത്തെ കമ്പനി കൊണ്ടുവന്നാണ്. ആ എന്നിട്ട് പിന്നെ അങ്ങനെ കാര്യങ്ങൾ പിന്നെ അത് എത്ര രൂപ ഉണ്ടായിരുന്നു മൊത്തം? കൂടുതലും ഉണ്ടായിരുന്നു. നീ അന്ന് പകരം ഇവിടെ ഒന്നും വന്നായിരുന്നു? ഈ മുമ്പ് അമ്പലത്തിൽ ജോലി ചെയ്തിട്ടുണ്ടോ? അറിയത്തില്ല. എന്നിട്ട് കമ്പി എന്ത് ചെയ്യുന്നു? കമ്പി എവിടെയെടുത്തായിരുന്നു? മേടിക്കാറാൻ നോക്കിയാണ്. ഇല്ല ഇല്ല. ശരി. അതുവഴി ഇറങ്ങി മറ്റേ താഴെ കുളത്തിൻ്റെ ഇവിടെ എത്രയാണ് ജോലി ചെയ്യുന്നതിന് മുമ്പ്? 3-4 മാസം. ഏത് പീരീഡിലാണ്? 2015. ആ 2015 പകുതിയോടെ. ആ എത്ര മാസം ജോലി ചെയ്തായിരുന്നു ഇവിടെ? 3 മാസം. അതിന് ശേഷം പിന്നെ വേറെ ഏതെങ്കിലും അമ്പലത്തിൽ ജോലി ചെയ്തായിരുന്നു? ഇല്ല. ശാന്തികാരനായിരുന്നു. ശാന്തികാരൻ കൂടാതെ താഴെ ദേവീക്ഷേത്രത്തിലുണ്ടായിരുന്ന പിന്നെ ശ്രീകോവിലിനുള്ളിലുണ്ടായിരുന്ന കാണിക്ക വഞ്ചി ശ്രീകോവിൽ തുറന്ന് കാണിക്ക വഞ്ചി പുറത്തെടുത്ത് പിന്നെ അത് അവതരിക്കാൻ ശ്രമിക്കവേ പരിസരത്തുണ്ടായിരുന്ന ഞങ്ങൾ കുറച്ച് പേർ പട്ടികളുടെ കുണ്ടകയിട്ട് പുറത്തിറങ്ങി നോക്കുമ്പോൾ ഇതുപോലെ അകാരണമായി ഒരു സ്റ്റീൽ വഞ്ചി താഴെ ഇരിക്കുന്നത് കണ്ട് ടോർച്ചിൻ്റെ വെട്ടത്തിൽ താഴെ ഇരിക്കുന്നത് കണ്ട് ഞങ്ങൾ പിന്നെ പരിസരക്കാരെ എല്ലാം കൂടെ വിളിച്ചുണർത്തി കമ്മിറ്റിക്കാരെ എല്ലാം കൂടെ ചേർന്ന് വന്ന് പരിശോധിച്ചപ്പോൾ ഇതുപോലെ പിന്നെ ക്ഷേത്രത്തിലെ കാണിക്ക വഞ്ചി കുത്തി തുറക്കാൻ ശ്രമിക്കുന്നതായി കാണുകയും ഞങ്ങൾ പരിസരമെല്ലാം പരിച്ചു പറിക്കുകയെങ്കിലും മോഷ്ടാവിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ രാത്രി അപ്പോൾ തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും കമ്മിറ്റിക്കാരെല്ലാം കൂടെ ചേർന്ന് രാത്രി മൊത്തം പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ക്ഷേത്രത്തിൽ മറ്റ് കാണിക്ക വഞ്ചികളെല്ലാം അപഹരിക്കാൻ ശ്രമിക്കുന്നതായി പിന്നെ ഒക്കെ കാണുകയും അപ്പോൾ തന്നെ പോലീസുകാർ രാത്രി തന്നെ എത്തി പരിസരവും എല്ലാം അരിച്ചു പറിക്കുകയെങ്കിലും പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നാൽ ഈ അടുത്ത സമയത്തായി പ്രതിയെ മറ്റൊരു കേസിൽ കൊട്ടാരക്കര പോലീസ് അറസ്റ്റ് ചെയ്തതായിട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തെളിവെടുപ്പിനായാണ് ഇപ്പോൾ പ്രതിയുമായി പിന്നെ അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസ് SIയും മറ്റും ക്ഷേത്രത്തിൽ നിന്ന് അതിൻ്റെ തെളിവെടുപ്പ് പൂർണ്ണമാക്കിയിട്ടുള്ളതാണ്. ചേട്ടാ പേരെന്തോ?
ഞാൻ അമ്പലത്തിൻ്റെ ക്ഷേത്ര സെക്രട്ടറി സനിൽ, ഇത് രവീന്ദ്രൻ ഉപാസന പ്രസിഡൻറ്റ്.